ഷാനു നമുക്ക് അത് പറയുമ്പോൾ ഭയങ്കര ഒരു പ്ലസന്റ് സർപ്രൈസ് ആയിരുന്നു. ഇത് വലിയ ബഡ്ജറ്റിലുള്ള ഒരു പടമല്ല, പക്ഷെ ഭയങ്കര ആംബിഷ്യസ് ആണ്. ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്. പക്ഷേ ഷാനുവിന്റെ ആ പ്രിപ്പയർനെസ്സും ആ കോൺഫിഡൻസും കോൺവിക്ഷനും കണ്ടപ്പോൾ നമുക്ക് ഗ്യാരണ്ടി ഓക്കെ ഇതെന്തായാലും നമുക്ക് ചെയ്യാം. എക്സിറ്റ് പക്ക സർവൈവൽ ആക്ഷൻ വയലൻസ്. നമസ്കാരം, വെൽക്കം ടു കൊച്ചി മീഡിയ. എക്സിറ്റ് എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. സിനിമയുടെ വിശേഷങ്ങൾ അവരോടും ചോദിച്ചേക്കാം. നമസ്കാരം, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എക്സിറ്റ് ആണല്ലോ പുതിയ വിശേഷം. പക്ഷേട്ടൻ കണ്ടിട്ട് കുറെ നാളായിരുന്നു. ഒരു 2018 ഇപ്പോഴാണ് ഗ്യാപ്പ്. ചെറിയൊരു ഗ്യാപ്പ് വന്നു. യെസ്, ആ ഒരു സമയത്ത് അറിഞ്ഞുകൊണ്ട് എടുത്തൊരു ഗ്യാപ്പായിരുന്നു. ഞാനും ഗണേഷും ഡയറക്ട് ചെയ്ത് ഗണേഷും ചെറിയ പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ തുടങ്ങി. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയായി. പിന്നെ വരുന്ന പടങ്ങളിൽ കുറച്ചും കൂടി സെലക്റ്റഡ് ആവുമെന്ന് വിചാരിച്ച് എടുത്തൊരു ഗ്യാപ്പായിരുന്നു. കോവിഡ് സംഭവിച്ചു. അത് പോയി. അതെ, ഇപ്പോഴും സെലക്റ്റീവ് ആയിട്ടൊരു കാര്യമാണ്. ഇതിന്റെ ഒരു വരുവാണെങ്കിൽ ഇതിന്റെ പോലത്തൊരു വരവായിരിക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു, ഭയങ്കര ആഗ്രഹം. എങ്ങനെയൊക്കെയോ ആ മാനിഫെസ്റ്റേഷൻ നടന്നു. അങ്ങനെയാണ് ഷാനു വന്ന് കഥ പറയുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരു ആഗ്രഹം മനസ്സിൽ ഭയങ്കര പ്രശ്നം എടുത്ത് നടന്നൊരു കാര്യത്തിലാണ് ഷാനു വന്ന് ഇങ്ങനെ കഥ പറയുന്നത്. എനിക്ക് ഒരു സാധനം കേട്ടപ്പോൾ തന്നെ ഇട്ടാണ് ഒരു സാധനം പിടിക്കാൻ തോന്നി. അതെ, നമസ്കാരം. ഫസ്റ്റ് ഫിലിമാണ്. ഇങ്ങനെ ഒരു ജോണം എന്തുകൊണ്ടാണ് എടുക്കാൻ കാരണം? ആക്ച്വലി എനിക്ക് ഈ ഗ്രീൻ പരിപാടി കുറച്ച് എനിക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് കണക്ട് ആവാറില്ല. അത് നമ്മൾ കാണുന്ന ഫിലിംസ് ഉണ്ടല്ലോ, നമ്മൾ കുറച്ചുകൂടി ഫേവറായിട്ട് കാണുന്ന ജോണേഴ്സ് കുറച്ച് ഈ ടൈപ്സിലാണ്. അപ്പൊ കുറച്ച് ഡാർക്കാണ്. അപ്പോ അതുകൊണ്ട് തന്നെ പിന്നെ ഒന്ന് മാറി നിൽക്കണം. പിന്നെ ഒരു നമ്മൾ മലയാളത്തിൽ ഇപ്പൊ വല്ലാത്ത സിനിമകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആടുജീവിതം, ഇപ്പോ മലൈക്കോട്ടെ വാലിബൻ, ബ്രഹ്മയുഗം, ഇങ്ങനെയുള്ള ഒരുപാട് സീനിയേഴ്സ് എല്ലാവരും ഗംഭീര വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ താഴ്ത്തുനിന്ന് നമ്മൾ കയറി വരുമ്പോഴും നമ്മൾ അവരുടെ കൂടെ ഇൻഡസ്ട്രീനെ ഒരുമിച്ച് പൊക്കിയപ്പുറത്ത് കൊണ്ടുപോകാന്നുള്ളൊരു ഇതുണ്ട്. നമുക്ക് നോക്കാം. റിലീസ് എക്സിറ്റ് പക്ക സർവൈവൽ ആക്ഷൻ വയലൻസ്. വയലൻസ് ആണ്. അത് ഞങ്ങൾ വയലൻസ് പ്ലാൻ ചെയ്ത് ഇതിന് വയലൻസ് നീഡഡ് ആയതുകൊണ്ട് മാത്രം വയലൻസ് ഉള്ളതാണ്. അല്ലാണ്ട് നമ്മളൊരു വയലൻസ് വേണം എന്ന് പറഞ്ഞ് ചെയ്തൊരു സാധനമല്ല. ഈ ക്യാരക്ടർ അങ്ങനെയാണ്, അതിൽ വരുന്ന കഥാപാത്രങ്ങൾ എല്ലാവരും അതുപോലെയാണ്. അപ്പോ സോ വയലൻസ് നീഡഡ് ആണ്. ഓക്കെ, ഈ സിനിമയിൽ വിശാഖൻ എങ്ങനെയാണ് കണ്ടത്? കാരണം ഒരു പാവം പിടിച്ച മനുഷ്യൻ, നമ്മുടെ ആനന്ദത്തിലെ കുട്ടി, അത്ര അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഇങ്ങനെ ഒരാളെപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഒരാളിൽ ഇങ്ങനത്തെ കഥാപാത്രം എങ്ങനെയാണ്? ആക്ച്വലി ഞാൻ കുറച്ച് ഇതുപോലത്തെ ക്യാരക്ടേഴ്സിന് എനിക്ക് മെയിൻലി ഫിസിക് ഞാൻ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരു 25 കൊല്ലമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ചൊരു, പിന്നെ റാവുത്തർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അവർ പൊതുവെ അവരുടെ ഒരു ഫിസിക് കാര്യങ്ങളിലൊക്കെ ഒരു സ്റ്റൈലുണ്ട്. പിന്നെ മെയിനായിട്ട് വിഷയങ്ങളൂടെ കണ്ണ് ഞാൻ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ട്സിന്റെ പിക്സ് കണ്ടിരുന്നു. അതിൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഇമോഷൻസും കാര്യങ്ങളും, വിയേർഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്കാണെങ്കിൽ പക്കാ വിയേർഡ് ആയിട്ടുള്ള ഒരാൾ വേണമായിരുന്നു. അപ്പോ പിന്നെ ഞാനൊന്ന് നോക്കി ഹീസ് ആ ഒരു രീതിക്ക് ചൂസ് ചെയ്തതാണ്. കാരണം ഷാനു വന്ന് കഥ പറയുമ്പോൾ ഭയങ്കര ഒരു പ്ലസന്റ് സർപ്രൈസ് ആയിരുന്നു. കാരണം പുള്ളി വന്ന് കഥ പറഞ്ഞപ്പോൾ ബൗണ്ട് സ്ക്രിപ്റ്റും ക്യാരക്ടറിന്റെ ഒരു പെൻസിൽ സ്കെച്ച്, ചാക്കോൾ സ്കെച്ച് ഒക്കെ വെച്ചാണ് കഥ പറയുന്നത്. അപ്പൊ അന്ന് വന്ന് പറഞ്ഞപ്പോ തന്നെ ഇങ്ങനത്തെ ഒരു ഇത് വലിയ ബഡ്ജറ്റിലുള്ള ഒരു പടമല്ല, പക്ഷെ ഭയങ്കര ആംബിഷ്യസ് ആണ്. ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്. പക്ഷേ ഷാനുവിന്റെ ആ പ്രിപ്പയർനെസ്സും ആ കോൺഫിഡൻസും കോൺവിക്ഷനും കണ്ടപ്പോൾ നമുക്ക് ഗ്യാരണ്ടി ഓക്കെ ഇതെന്തായാലും നമുക്ക് ചെയ്യാം. രണ്ടും കൽപ്പിച്ചങ്ങ് എടുത്ത് ചാടാന്ന് തോന്നിയത്. ബ്രേക്ക് ത്രൂ ആണോ അല്ലയോ എന്ന് പടം ഇറങ്ങുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആസ് എൻ ആക്ടർ എനിക്ക് ഇതുവരെ കിട്ടിയത് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. നമുക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ലൈഫിൽ കിട്ടുമെന്ന് തന്നെ എനിക്കറിയില്ല. ഇത്രയും ഒരു വൺസ് ഇൻ ലൈഫ് ടൈം ക്യാരക്ടർ തന്നെയായിരുന്നു. അത്രയധികം കഷ്ടപ്പെടേണ്ടി വന്നു. അത്രയും അധികം മറ്റേ നമ്മൾ തേർഡ് ആക്ടിങ് എന്നൊക്കെ പറയുന്ന വട്ടൊക്കെ കുറച്ചൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റിയ അതിന് പറ്റിയ ഒരു ക്യാരക്ടർ. അല്ലാണ്ട് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഒരു രസമുള്ള ട്രിപ്പ് തന്നെയാണ്. പക്ഷെ കൊഞ്ചം സ്ലോ എല്ലാട്ടി ഒന്നുമില്ല, ട്രാൻസ്ലേഷൻ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഫസ്റ്റ് മലയാളം ക്രൂവായിട്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? இல்ல ஆல்ரெடி மலையாள க்ரூவோட ஒர்க் பண்ணிருக்கேன். ஸோ பாவனா இது திருஷ்யத்தோட தமிழ் வெர்ஷன் இங்கே தான் ஷூட் பண்ணோம்.
So I already worked in Malayalam too. So shooting experience எல்லாம் எப்படி இருக்கும் அப்படிங்கறத I already experienced. But as a releasing as a Malayalam film, no, that is quite unexcited. அதே மாதிரி it's a Tamil Malayalam bilanguage movie as well as Tamilலையும் we have shooted and then Malayalam we have shot. It's like இது இந்த படம் வந்து ஸ்பெசிஃபைடா என்னோட கரியர்ல ஐ ஃபீல் சம்திங் ஸ்பெஷல். ஏன்னா இதுக்கு முன்னாடி நடிச்சது எல்லாமே ஒரு சைல்ட்ஹுட் ஒரு எங்கேஜ்ல இருந்து ஆக்டிங். பட் ஒரு மெச்சூர்ட் ஸ்டேட் வந்ததுக்கு அப்புறம் ஒரு மெச்சூரிட்டி வந்ததுக்கு அப்புறம் நம்ம ஒரு படம் பண்றோம். அந்த படமும் ஒரு ஆக்டிங் ஸ்கோப் உள்ள ஒரு ஒரு பேஸ், ஒரு டிஃப்ரெண்டான ஒரு ஜானர், பை லாங்குவேஜ் வருது, இப்படி நிறைய ஆஸ்பெக்ட்ஸ் இருக்கு. ஸோ இது எல்லாம் சேர்ந்து இருக்கும் போது மலையாளத்தில் எனக்கு டெபியூ மூவி. ஸோ இதெல்லாம் சேர்ந்து இருக்கும் போது ஐம் குவைட் எக்ஸைட்டட். പക്ക ചാലഞ്ചിങ് ആയിട്ടൊരു ഇതായിട്ട് ഫീൽ ചെയ്യും. Definitely, it's challenging for everyone, even crew members, everyone. Everybody faced a challenge in this movie. Actors ku scope ulla, even everyone, me, Vishal bro, அதுக்கப்புறம் எல்லாருக்குமே வந்து ஒரு ஸ்கோப் உள்ள படம். எல்லாருக்குமே கண்டிப்பா ஒரு ஒரு பேர் கிடைக்கும். அதே மாதிரி எல்லாருமே பார்ஷியல் சொல்லலாம், we have all எங்களோட 100% ஆல் இன் பண்ணோம். எல்லாத்தையுமே எல்லா எஃபர்ட்டுமே போட்டோம். ஈவன் ஹெல்த் இஷ்யூஸ் வந்தா கூட we didn't care about it. ஏன்னா மேக்கப்னால பிகாஸ் ஆஃப் ஹெல்த் இஷ்யூஸ் ஆல்சோ. பட் அது கூட அது இருந்தாலும் கூட ஹெல்த் இஷ்யூஸோட கூட நடிச்சோம். ஸோ தட் ஹൗ ഇത് കുറച്ചുകൂടെ ഫിസിക്കൽ ആയിട്ടുള്ള ഇതാണ്. அதெல்லாம் வந்து ஏன்னா படத்துல 90% ஃபைட்டு. அதுவும் ஃபைட்டு வந்து இந்த கம்பி ரோப்பு அப்படிலாம் இல்லை, மலையில உருண்டு பரண்டு இது பண்ணி ஜம்ப் பண்ணி ஹேப்பன் எவ்ரிடே. എവറിഡേ ഒരു അതൊരു എക്സ്പീരിയൻസ് ആണോ? എക്സ്പീരിയൻസ് ആണോ? ഇതിപ്പോ ഷാനു ആണെങ്കിലും ഷൂട്ട് ചെയ്ത റിയാസ് ആണെങ്കിലും റൈറ്റ് ചെയ്ത അനീഷ ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും പ്രൂവ് ചെയ്യുന്നത് ഭയങ്കര ആ ഒരു ഹങ്കറുള്ള ഒരു പ്രൂവ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നാളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു സ്മോൾ ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ട്. എല്ലാവരും മറ്റേ പടത്തിന് വേണ്ടി മരിച്ച് പണിയെടുത്തോണ്ടിരിക്കുന്ന ആ ഒരു ഫീല് കുറെ നാളുകൾക്ക് ശേഷം കിട്ടിയത് ഈ ഒരു പടം. നമസ്കാരം. നമസ്കാരം. തണ്ണീർമത്തിന് വന്നത് നല്ലൊരു കൂട്ടുകാരനൊക്കെ അവസാനം മുഴുവൻ വേറൊരു ലെവലിൽ ഞെട്ടിച്ചു. എക്സിറ്റിൽ എങ്ങനെയാണ്? എക്സിറ്റ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. എൻ്റെ ക്യാരക്ടർ നെയിം മനുഷ്യ എന്നാണ്. ഇത് ബ്രോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഭയങ്കര എന്താ പറയാ ഒരുപാട് സ്കോപ്പുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് എൻ്റെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എന്നെ തന്നെ പഠിക്കാൻ പറ്റിയ ഒരു ക്യാരക്ടറായിരുന്നു. നമുക്ക് പല രീതിയിലുള്ള ഒരുപാടുണ്ട് ഇതിൽ, ഒരുപാട് ചലഞ്ചസ് ലൈക്ക് ഫൈറ്റ്, അതുപോലെ തന്നെ ഇതിൽ നമ്മൾ തമിഴ് മലയാളം രണ്ടും ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ തമിഴൊക്കെ ചെയ്യുന്നത്. നമ്മളൊരു സീനൊക്കെ ചെയ്ത് മലയാളം ആക്ഷൻ അത് ഓക്കെ കഴിഞ്ഞാൽ വീണ്ടും അത് ആ സെയിം സീൻ തന്നെ നമ്മൾ തമിഴിലൊക്കെ ചേർന്നു. അപ്പം അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആസ് ആൻ ആക്ടർ നമുക്ക് നമ്മളെ തന്നെ പരീക്ഷിക്കാൻ പറ്റിയ ഒരു ക്യാരക്ടറായിരുന്നു. അതെ എല്ലാവരും മാത്രമായിട്ട് അതൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് കുറച്ചുകൂടെ ടഫാണെന്ന് തോന്നുന്നു. കാരണം ഒരു സ്റ്റേജിൽ തന്നെ emotional ways this film is weight. Why I'm telling this? அந்த ஃபர்ஸ்ட் 5 to 10 minutes அப்புறம் after the getting into the bungalow, அந்த பங்களால இருந்து வெளியில வரதுக்கான அந்த பதட்டமும் அந்த அழுக கதறல் அதுக்கான போராட்டம் அது கண்டினியூஸா இருந்துகிட்டே இருக்கும். ஸோ தீஸ் ஆல் எமோஷன்ஸ் ஆர் எக்ஸ்ட்ரீம். See, for 40 days we have to recreate this all emotion. ஒரு 5 நிமிஷம் 10 நிமிஷம் பிரேக் இருக்கும், மறுபடியும் ஷார்ட் வந்தா இல்ல அழுகணும் இல்ல கத்தணும் இல்ல பண்ணணும் இது பண்ணணும். ஸோ இந்த டெம்டேஷனை த்ரூஅவுட் த ஃபிலிம் யூ ஹேவ் டு கேரி. സോ ദാറ്റ് ഈസ് ആക്ച്വലി ക്വൈറ്റ് ഡിഫിക്കൽട്ട്. പിന്നെ ഒരു പറഞ്ഞു ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട് ആ ഒരു വേൾഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. മേക്കിങ്ങില് ഷാനു കാണിച്ചിരിക്കുന്ന ഒരു 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 ബ്രില്യൻസ് എന്നാണ് പറയാം. കാരണം അത് ഒരു ഈ പറഞ്ഞ 4 പിള്ളേർക്ക് ആ വീട്ടിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ആ ശ്വാസം മുട്ടലും ആ ടെൻഷനും ആ ഒരു ക്ലസ്ട്രോഫോബിയ ഒക്കെ ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോ ഇവരതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഓഡിയൻസിന് ഒരു ശ്വാസം വിടാൻ തോന്നുന്നു, പെട്ടുപോയെന്നുള്ള ഒരു ഇത്. അങ്ങനെ ആ ഒരു വേൾഡ് ക്രിയേറ്റിംഗ് ഒരു എക്സസൈസ് ഭയങ്കരമായിട്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവരുടെ ഈ പെർഫോമൻസിലാണ് ആക്ച്വലി ബാക്കി മൊത്തം നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ഷോർട്സ് വെക്കാം, സീൻസ് എഴുതാം, എല്ലാം ചെയ്യാം, നമ്മൾ ഇമാജിൻ ചെയ്ത പോലെ ഇവരുടെ പെർഫോമൻസ് വരാന്നുള്ളത്. പക്ഷെ എനിക്ക് കിട്ടിയത് അതിന്റെ മുകളിൽ തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞു. ഈവൻ ഇപ്പൊ ഞാൻ വൈശാഖ് വിജയന്റെ അടുത്താണെങ്കിൽ ഞാൻ പറയും ശ്രീരാമ സീൻ ഞെട്ടിച്ചോട്ടോ
വൈശാഖ് വിജയൻ സ്വാഭാവികമായിട്ടും അവരിത് പിന്നെ പുള്ളിയുടെ കാര്യത്തിൽ ഞങ്ങൾ മുട്ടാറില്ല. പുള്ളി വരുന്നു വേറെ സോണില്ല. അപ്പൊ പുള്ളി വന്നിങ്ങനെ അലറുമ്പോ ഞങ്ങളിങ്ങനെ നോക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു സെറ്റപ്പില്ല. ഇവര് ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് എല്ലാവർക്കും ഇമോഷൻ ക്യാരി ഔട്ട് ചെയ്യാനുണ്ട്, എല്ലാവർക്കും സ്ട്രഗിൾ ഉണ്ട്, എല്ലാവർക്കും ഫൈറ്റ്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാക്കുക എന്നുള്ളൊരു രീതിക്ക് ഒരു ടീം കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ലക്ഷ്യം. ഇപ്പൊ വരിക ചുമ്മാ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന കുറെ ആൾക്കാർ ഇപ്പൊ നമുക്ക് സ്റ്റിൽ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതൊന്ന് മാറിയിട്ട് എനിക്ക് ഇവരെ കിട്ടിയത് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു പ്രൊജക്ട് കഴിഞ്ഞപ്പോ. ഇങ്ങനെ ഒരു കഥാപാത്രത്തോട് ആക്കാനായിട്ട് എത്ര സമയം എടുക്കും? വിശാഖ് ബ്രോനെ ഞാൻ തോന്നുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ ഞങ്ങള് സ്ക്രിപ്റ്റ് പറഞ്ഞു കഴിഞ്ഞതും ഞങ്ങൾ 4 കാലിൽ ഓടി നടക്കായിരുന്നു. നമ്മള് ട്രെയിലർ നോക്കിയിരുന്നു. ഫസ്റ്റ് ദിവസം ഞങ്ങൾ ആ ക്യാരക്ടറിന്റെ ഉള്ളിലേക്ക് കയറി. എനിക്ക് പുള്ളിക്ക് അത് പെർഫെക്റ്റ്ലി ഒരു ആപ്റ്റ് ചെയ്യാൻ, അതായത് പെട്ടെന്ന് ക്യാരി ഔട്ട് ചെയ്യാൻ നമ്മൾ ആ ക്യാരക്ടറുമായിട്ട് കണക്ട് ചെയ്യാം. സ്ഥിരമായിട്ട് നമ്മൾ ഈ പച്ചപ്പിലും കാര്യങ്ങളിലും നടന്ന് സംസാരിക്കുന്ന പോലത്തെ ഒരു കഥാപാത്രമല്ല, 4 കാലിൽ നടക്കണം. അപ്പോൾ അതിന്റെ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി എഴുതി കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഞാൻ ഈ 4 കാലിൽ ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് കിട്ടുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ ഈ ആനിമൽ ഫ്ലോ, ഇതിന് ട്രെയിനിങ് വേണം, ഈ പരിപാടികളെല്ലാം ഡിസ്കസ് ചെയ്ത് പിന്നെ ത്രൂ ഔട്ട് വിശാഖ് ബ്രോ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഭയങ്കര നൈറ്റ് നമ്മളെപ്പോഴും അതെ ഭാഷയില്ല ഇതിന്, പുള്ളി ഡയലോഗ്സ് ഇല്ല പുള്ളിക്ക്. പുള്ളിക്ക് ഡയലോഗ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, പക്ഷെ ഡയലോഗ്സ് ഇല്ലാത്തല്ല ഞാൻ ഡബിങ്ങില് ആക്ച്വലി ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഡബിങ് കണ്ടിട്ട് ഞാൻ ആക്ച്വലി ഞെട്ടി. ഇത് ത്രൂ ഔട്ട് അലറിക്കൊണ്ടിരിക്കണം, ത്രൂ ഔട്ട് വേറൊരു പക്ഷെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഡബ് ചെയ്തോണ്ടിരിക്കുക. ഞാനത് ഭയങ്കരമായിട്ട് ഞെട്ടി. പക്ഷെ ഭയങ്കര ഒരു ஸ்பாட்ல பார்த்தோம். ஸ்பாட்ல நடிக்கிறப்போ ஒரு சவுண்ட்ஸ் எல்லாம் கிரியேட் பண்ணாரு. ஸோ தட் இஸ் ஓகே. பட் அங்க மோர் ரியாக்ஷன்ஸ் தான் கான்சென்ட்ரேட் பண்ணிருப்பாரு நினைக்கிறேன். அந்த டப்பிங்ல இருக்கிற திறமையெல்லாம் காட்டல ஸ்பாட்ல. ஆனா டப் பண்ண வெர்ஷன் பார்த்ததுக்கு அப்புறம் தான் சம்திங் மேன் இந்த ஆள் என்னமோ பண்றாப்பா அப்படிங்கிற மாதிரி. சீரியஸ்லி இட்ஸ் கிரேட் எஃபர்ட். அது சில பேர் சில ஆர்டிஸ்ட் சொல்லுவாங்க, சில ஆர்டிஸ்ட் வந்து டப்பிங்ல தான் படத்தை வந்து லிஃப்ட் பண்ணுவாங்க. ஏன்னா நார்மல் ஆடியன்ஸ்க்கு அது தெரியாது அது எப்படி நடக்கும் அப்படின்னு. ஆஸ் அ டெக்னிக்கல் பீப்புள் நமக்கு அது பாக்குறப்போ அது எவ்வளவு பெரிய சேஞ்ச் ஓவர் ஹி ஹாஸ் கிவன் டு த வெயிட்டேஜ் ஃபார் த கேரக்டர் அப்படிங்கிறது சீரியஸா ஆடியன்ஸ் வந்து ஐ மீன் என்ஜாய் பண்ணுவாங்கன்றதை தாண்டி தே கெட் டு தட் ஃபீல். ஸோ வாட் அந்த எதை நாங்க எந்த ஷெல்ல கிரியேட் பண்ண நினைச்சோமோ அந்த ஷெல்லுக்குள்ள அவங்க போயிடுவாங்க. சி மூவி இஸ் லைக் என்னை பொறுத்த வரைக்கும் மூவி அப்படிங்கிறது ஒரு சோல் வந்து இன்னொரு பாடி கூட கனெக்ட் ஆகிற மாதிரி. ஏதாச்சும் ஒரு சின்ன லாஜிக் மிஸ்டேக்கோ இல்ல சின்ன கதையில சேராத ஒரு விஷயம் இருந்துச்சுன்னா சோல் படத்தை விட்டு வெளியில வந்துடும். வெளியில வந்துட்டு சரியில்லப்பா அப்படின்னு சொல்லுவோம். இந்த படத்துல அப்படி அங்க அந்த மாதிரி எந்த டிராப்பும் இருக்காதுன்னு ஃபீல் பண்ணும். ஆடியன்ஸ் வந்து அந்த ரியலா 4 பசங்க மாட்டின மாதிரி அவங்க உள்ள போய் மாட்டி தப்பிச்சு வெளியில வந்து அந்த ரிலீஃப் அனுபவிக்கிற ஃபீல். ரோலர் கோஸ்டர் எக்ஸ்பீரியன்ஸ் டெஃபினெட்லி ஃபார் ஷூர். நாம அதனால வார்னிங் போட்டுறோம். തുടങ്ങിയ പിന്നെ അതിന് കുറച്ച് വിശാഖേട്ടാ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ മാറും. ഞാൻ വായിച്ചിട്ടുണ്ട്, ഇപ്പൊ ഒരാളെ ഗൂഗിൾ അല്ലെങ്കിൽ സറൗണ്ടിങ്സിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഇട്ട് കഴിയുമ്പോൾ കുറെ ഇത്ര മണിക്കൂർ കഴിയുമ്പോഴേക്കും അയാളുടെ മെന്റൽ സ്റ്റേജ് ഉറപ്പായിട്ട് അഫക്ട് ചെയ്യും. അപ്പൊ ഇതേപോലത്തെ ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നു കുറെ വർഷം ചെറുപ്പം തൊട്ടേ അതിനകത്ത് കിടക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. അപ്പൊ എനിക്ക് ഒരു കഥാപാത്രത്തിൽ മാറാൻ ഞാൻ തിയററ്റിക്കലി നമ്മളിപ്പോ ബ്രോ എക്സാക്ട്ലി പറഞ്ഞ പോലെ തന്നെ കുറെ അങ്ങനത്തെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒന്ന് ഈ ഐസൊലേറ്റഡ് ആയിട്ട് ജനിച്ചു വളർന്ന ഒരു ഒരാളാകുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ മാനസിക പ്രശ്നങ്ങൾ. രണ്ടാമത് ഈ നമ്മുടെ പഴയ മുത്തശ്ശി കഥകളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ വലിയ വലിയ മനകളിലൊക്കെ എല്ലാ ജനറേഷനിലും ഒരു ഭ്രാന്തനുണ്ടാവും. അല്ല അത് കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ. കാരണം ഇസ് ബിക്കോസ് ഈ പറഞ്ഞ ഒരു ഫാമിലിയിൽ തന്നെ ഉള്ള കസിൻസ് തമ്മിലൊക്കെ ഇതിന് കല്യാണം കഴിച്ച് അതിന്റെ ഒരു ജെനറ്റിക് ഡീഫക്റ്റ് ആണ്. പണ്ടത്തെ നമ്മുടെ കൾച്ചർ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു അതായിരുന്നു ഷാനുവിന്റെ ഇൻസ്പിറേഷൻ പറഞ്ഞ. ഞാൻ ആക്ച്വലി എനിക്ക് നമുക്കിപ്പോ അതായത് ഇപ്പോ ഇവരുടെ ഇത് റിലേഷൻ കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഇതിന്റെ ലൊക്കേഷൻ ഞങ്ങൾ തെരഞ്ഞു തുടങ്ങിയപ്പോൾ ഷാരോൺ ആയിരുന്നു എന്നോട് സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ ഈ ലൊക്കേഷൻ തെരഞ്ഞു തുടങ്ങുന്ന സമയത്ത് തന്നെ ആക്ച്വലി ഇതൊരു ചെറിയൊരു റിഫ്ലക്ഷൻ ഉണ്ട്, ഒരു റിയൽ ക്യാരക്ടേഴ്സുമായിട്ട് കുറച്ച് റിഫ്ലക്ഷൻ ഉണ്ട്. ഞാൻ കേട്ട കഥകൾ തന്നെയാണ്. അതേപോലെ ഞാൻ നാട്ടിലൊക്കെ മുത്തശ്ശി കഥകളൊക്കെ കേൾക്കുന്ന പോലെ തന്നെ കേട്ടത്. ബട്ട് ഞങ്ങൾ ഒരുപാട് ലൊക്കേഷൻസ് തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇതിൽ മിക്കവാറും കാണുന്ന മനകൾക്ക് ഇതുപോലത്തെ ഒരു കഥയുണ്ടാവും, ബാക്ക് സ്റ്റോറി ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്ന് കേട്ടതായിരുന്നു, ഒരു അവര് 1 ഇയർ ഓഫ് ഇതിങ്ങനെ തന്നെ ആയിരിക്കും, മെന്റലി ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. ബട്ട് അവരുടെ നാട്ടിൽ ആ ഉത്സവം നടക്കുന്ന ഒരൊറ്റ ദിവസം മാത്രം അവർ നോർമൽ ആവും എന്ന് പറയുന്ന ഒരു
സെക്ഷൻ ഭയങ്കര ഇത് ഇറങ്ങി പോകുമ്പോ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 80s 90s മിക്കവാറും ഇതുപോലത്തെ ഒരു കഥ അവർ കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരിക്കേച്ചർ ആക്കി പ്ലേ ചെയ്യാൻ എളുപ്പമാണ്. ഒരു ഭ്രാന്ത് എന്ന് പറയുമ്പോൾ ഓക്കെ ഭ്രാന്തൻ എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ഇന്നത്തെ എന്ത് ടൈപ്പ് ഭ്രാന്ത്, എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ആയിപ്പോയത്, എന്റെ സർക്കംസ്റ്റാൻസസ് എന്താണ്, സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ആക്കി മാറ്റിയത്. ഇപ്പൊ ലാംഗ്വേജിന്റെ കേസിലാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇയാള് സംസാരിക്കാറില്ല, ഹ്യൂമൻ കോണ്ടാക്ട് ഇല്ല, പക്ഷെ എന്നാലും കേട്ട് പരിചയമുള്ള സ്വരങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എന്തെങ്കിലും ഒരു ഗ്രാമർ അയാളുടെ ശബ്ദത്തിലുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു റീസെർച്ച് ആണ് കുറെ കൂടെ ശരിക്കും ആ ഒരു ക്യാരക്ടറിനെ ഒരു 3 ഡയമെൻഷണൽ ക്യാരക്ടർ ആക്കാൻ ഹെൽപ്പ് ചെയ്തു. എന്നാൽ അത് ഡെഫിനറ്റ്ലി, പക്ഷെ എന്നാൽ ഉള്ളിലൊരു മനുഷ്യനുണ്ട് ഇപ്പോഴും. ഇപ്പൊ സ്ക്രീൻ ആ ക്യാരക്ടറിന് പ്രോബ്ലി ഒരു 25-26 വയസ്സുണ്ടാവും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു കുട്ടിയാണ്. അത് അത്രയുള്ള ഒരു പക്വതയേ ഉള്ളൂ. ഞാൻ ടീസർ കണ്ടപ്പോ ഫസ്റ്റ് മൈൻഡ് വന്ന സിനിമയുടെ കഥാപാത്രത്തെ കുറെ എത്ര വർഷം കിട്ടപ്പോ പുള്ളിക്കാരന് വേറെ ലോകമൊന്നുമില്ല, പുള്ളിക്കാരന്റെ ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഫസ്റ്റ് ടീസർ കണ്ടപ്പോ പെട്ടെന്ന് പക്ഷെ ഇത് പക്ക വയലൻസ് ആയിട്ടുള്ള വേറൊരു ആളായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ യൂട്യൂബിൽ പോയി മറ്റേ ഫെറൽ ചിൽഡ്രൻ എന്ന് ഗൂഗിൾ ചെയ്താൽ നമുക്ക് കിട്ടും. അതായത് ഈ പറഞ്ഞ മൗഗ്ലിയാണ്. മൗഗ്ലി ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ. പുള്ളിക്കാരൻ മറ്റേ ചെറുപ്രായത്തിൽ തന്നെ കാട്ടിക്കൊണ്ട് കളഞ്ഞുകൊണ്ട് മറ്റേ അവിടുത്തെ ആനിമൽസിനെയൊക്കെ കണ്ടാണ് വളർന്നത്. അപ്പൊ അയാളുടെ സ്വഭാവവും സംസാരവും ഒക്കെ അങ്ങനെയാണ്. അപ്പൊ അതും ഇതിനൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇയാൾ ഈ മുറിയിൽ കാണുന്ന പല്ലി, എട്ടുകാലി, പൂച്ചൈലി അതിനെയൊക്കെ കണ്ടാണ് മറ്റേ നിൽക്കാനും ഇരിക്കാനും ഓടാനൊക്കെ പഠിച്ചത്. അതിന്റെ ഫിസിക്കാലിറ്റി എങ്ങനെയായിരിക്കും, ഇങ്ങനത്തെ കുറെ ഒരു ബാക്ക്ഗ്രൗണ്ട് റീസെർച്ച് ചെയ്തപ്പോഴാണ് ഇയാൾ ശരിക്കും എന്തുകൊണ്ട് ഇങ്ങനെ ആയി പോയി എന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റും. എല്ലാവർക്കും ഒരു ഗ്യാപ്പ് എടുത്ത് നോക്കാം, ഒരു കഥാപാത്രം ഒരു ബ്രേക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഇതേപോലെ 10 പേര് എന്നെ അറിയുന്ന എന്റെ ക്യാരക്ടർ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കഥാപാത്രത്തിന് വേണ്ടിയാണ്. ഇപ്പൊ നോർമലി ഒരു നമ്മൾ കുപ്പി എന്നൊരു കഥാപാത്രം ആനന്ദത്തില് ഇപ്പൊ എല്ലാവരും അത് അറിയുമ്പോഴേക്കും നമ്മുടെ കുപ്പിയല്ലേ, വിശാഖ എന്നുള്ള പേര് തന്നെ പറഞ്ഞിട്ട് കുപ്പി എന്നൊരു അത് പോസിറ്റീവ് ഇതാണ്. അപ്പൊ അത് മാറി ഇങ്ങനൊരു കഥാപാത്രം ചെയ്യുമ്പോഴേക്കും ചിലരുണ്ട് ടൈപ്പ് കാസ്റ്റിംഗ്, ഒരു കഥാപാത്രം അതേ ടൈപ്പ് റോളുകൾ വരിക, അങ്ങനെ ഫോളോ അപ്പ് ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് പുറത്തു വരുന്നവർ വളരെ കുറവാണ്. ഇങ്ങനെ ഒരു കഥാപാത്രത്തിലൂടെ എന്നെ ഇങ്ങനത്തെ കഥാപാത്രത്തിൽ എക്സ്പ്ലോർ ചെയ്യണം, ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടാണോ? അത് അഗൈൻ ലക്കായിരുന്നു. കാരണം നമ്മളത് ആഗ്രഹിച്ചു, ശരിക്കും ആഗ്രഹിച്ചു. പക്ഷെ യൂണിവേഴ്സ് എന്തോ ഭാഗ്യത്തിൽ കിട്ടിയെന്ന് പറഞ്ഞു. ഇപ്പോൾ എക്സിറ്റ് മാത്രമല്ല, അപ്പൊ അതിനുശേഷം വന്ന 3-4 പടങ്ങൾ എല്ലാത്തിലും കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ വേറെ ഷെയ്ഡ്സ് ഉള്ള അല്ലെങ്കിൽ റിയൽ ലൈഫ് ഫിഗേഴ്സ് ആയിട്ടുള്ള വേറെ ക്യാരക്ടേഴ്സ്, റൊമാൻറ്റിക് ഹീറോ ആയിട്ടുള്ള വേറെ ഫിലിം. അപ്പൊ അതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കും അത് സംഭവിച്ചു. ഐ തിങ്ക് ആസ് ആക്ടേഴ്സ് ഓൾ ഓഫ് us want to do different things. ഒരാൾക്കും ഒരു ടൈപ്പ് ക്യാരക്ടർ മാത്രമേ എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ആക്ടർ ഒന്നും എനിക്ക് തോന്നുന്നില്ല. യു ഓൾ വാണ്ട് ടു കീപ് പുഷിംഗ് ബൗണ്ടറീസ്. നേരത്തെ വൈശാഖ് പറഞ്ഞതാണ് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു ഡാർക്ക് സോണിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഒരു ചേഞ്ച് ആണ്. നമ്മുടെ ഒരു ജോലിയാണ്, ഓഫ് കോഴ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും പുതിയത് ചെയ്യണം എന്നുള്ള ഒരു കിക്ക് കിട്ടുമ്പോഴാണ് നമുക്കൊരു സുഖവും എക്സൈറ്റ്മെന്റും കിട്ടും. വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പൊ ഭാഗ്യത്തിന് ഇനിയിപ്പോ ഇറങ്ങാൻ പോകുന്നതൊക്കെ കുറച്ച് രസമുള്ള പരിപാടികളാണ്. ஆக்சுவலி தெரியாது. ஆக்சுவலி இவரோட ஃபர்ஸ்ட் ஃபிலிம் அந்த குப்பி அந்த கேரக்டர் அந்த ஃபிலிம் வந்து எனக்கு ரொம்ப பிடிக்கும். ட்ரிக்கி பார்ட் என்ன அப்படின்னா இவர் தான் அந்த கேரக்டர் பண்றாரு. ஏன்னா நான் ஷூட்டிங்ல இருந்து அவர் அப்படி பார்த்தான் சத்தியமாயிட்டு இப்பதான் ரீசெண்ட் ஆயிட்டு தான் எனக்கு தெரியும் இவர் தான் குப்பி கேரக்டர் பண்ணாரு. எனக்கு தெரியாது. டெடிகேட்டட்லி ஒர்க் ஃபார் திஸ் கேரக்டர். இதுல இன்னொரு விஷயம் என்ன அப்படின்னா நீங்க சொல்ற இதே விஷயத்த நானும் ஃபேஸ் பண்ணிருக்கேன். ஸோ பசங்க மூவிஸ் வெல் ஹிட்டாங்க. இன்னுமே நிறைய பேர் என்ன ஜீவான் தான் கூப்பிடுவாங்க. இப்போ நான் ஏதாவது ஒரு இடத்துக்கு போறேன் அப்படின்னா என்ன பண்ணி இவ்வளவு பெருசா வளர்ந்துட்டேன் அப்படின்றாங்க. பட் ஐ டெல் ஐம் 27. 27 வயசு 27 வயசு ஆயிடுச்சா இன்னும் இப்படின்னு பார்த்தா இவ்வளவு வயசு ஆயிடுச்சு அப்படின்னு சொல்றேன். சி பீப்புள் அதுக்கு ஒரு கேரக்டர் வந்து ஃபிட் ஆயிடுச்சு அப்படின்னா அதுக்குள்ளேயே அவங்க வந்து அந்த கேரக்டரை வச்சு பார்ப்பாங்க. அதை விட்டு பிரேக் பண்ணி மறந்துங்கிறது ரொம்ப கஷ்டம். நானும் அந்த ஸ்ட்ரகிள் ஸ்டில்லும் ஃபேஸ் பண்ணிட்டு தான் இருக்கேன். எனக்கு தெரிஞ்சு இந்த படம் அதை பிரேக் பண்ணணும்னு நம்புறேன். சேம் டைம் இவருக்கும் அது நடக்கும். ஸோ இது வந்து ஒரு எப்படி சொல் எல்லாத்தையும் உடைக்கிற ஒரு படமா ஷூட் தொடங்கி ഞാൻ പോയി இல்ல யாருமே டயர்ட் ஆகவே இல்லை. சி அடிப்பட்டா கூட சரி பரவாயில்ல வாங்க பாத்துக்கலாம் பரவாயில்ல அப்படின்னு വട്ടായിരുന്നു.
മറ്റേ ആക്ഷൻ കൂട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും മറ്റേ ഒരു മയത്തിനൊക്കെ അടിക്കുമ്പോഴേക്കും ഓരോ ബ്രോ അടിച്ചോ കുഴപ്പമില്ല അവർക്ക് പ്രശ്നമില്ല. അതായത് ദിവസവും അടികൊണ്ട് ഭൂമിക്ക് എന്തെടുക്കുമ്പോ അവസ്ഥയായിരുന്നു. ഡെയിലി ഒരു രക്ഷ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഞങ്ങളിത് അഗൈൻ ഇദ്ദേഹത്തിന്റെ ജീനിയസ് കാരണം ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തുടങ്ങിയ ക്ലൈമാക്സ് ആണ്. അതാണ് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഉള്ള പോർഷൻ. അത് വെച്ചാണ് തുടങ്ങുന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ തന്നെ വീട്ടിൽ മുഴുവനും മുറിവും ചതവും ഇതൊക്കെ ആയിട്ട് പിന്നെ ബാക്കി നേരത്തെ സീൻ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും കണ്ടിന്യൂറ്റി മാച്ച് ചെയ്യേണ്ട മേക്കപ്പ് മുറിവ് വേറെ ഉള്ളൂ. കാരണം അത്രയും അധികം ഇഞ്ചുറീസ് ആ ഫൈറ്റിന്റെ ഇടയിൽ സംഭവിച്ചായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും അതെ പെയിൻ കില്ലേഴ്സും മറ്റതും മറ്റേ കുഴമ്പൊക്കെ തേച്ചാണ് കിടക്കുന്നത്. എന്നും സ്കിൻ ഇൻഫെക്ഷൻ. അയ്യോ അത്ര എഡ്യൂക്കേഷൻ எவ்ரிடே கண்டிப்பா கம்பல்சரி குளிச்சாரு. ലോങ് കുളി. குளி அது கலைக்கிறதுக்கு 2 hours ஆயிடும். குறை டோட்டலா நேரம். தண்ணி black colorல you can see that water tar மாதிரி black colorல இருக்கும். இதுல என்னன்னா உங்களுக்கு அந்த கேப் வந்து கொஞ்ச நேரம் தான் இருக்கும். நாங்க குளிச்சு முடிச்சு சாப்பிட்டு படுக்க மணி 10-11 ஆயிடும். 11 மணிக்கு படுத்து காலைல 6 மணிக்கு மறுபடியும் மேக்கப் போடும். പിന്നെ ഇത് തന്നെ ഇതന്നെ. மறுபடியும் கண்டினியூஸ்லி. ഇപ്പം ശ്രീയാൻ പോകും. അതായത് ഇപ്പം നിങ്ങൾ തമിഴ് സിനിമയിൽ ഇപ്പൊ ഒരുപാട് ഇപ്പൊ പണ്ടത്തെ തമിഴ് സിനിമ ഒരുപാട് മാറി കണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ കുറച്ചുകൂടെ വന്നു. ഇപ്പം മലയാളത്തിന് ഇത് രണ്ടാമത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏതാ കുറച്ചുകൂടെ ഇരുമ്പ് ചെയ്യാനായിട്ടായാലും കണ്ടന്റ് ഓറിയന്റഡ് തോന്നിയാണ് മലയാള സിനിമ. இல்ல அது தாண்டி நான் இன்னொரு விஷயம் பார்த்தேன். இண்டஸ்ட்ரி வந்து இப்போ வேற மாதிரி க்ரோ ஆயிடுச்சு. தெலுங்கு பீப்புள் ஹேவ் சம் சர்டைன் செட் ஆஃப் ஃபிலிம், அது சர்டைன் பேட்டர்ன் ஆஃப். மலையாள பீப்புள் ஹேவ் சம் ஸ்ட்ராங் ஃபேமிலி ஓரியன்டட் அண்ட் ஸ்டோரி பேஸ்ட் ரியாலிட்டி பேஸ்ட் பண்ண ஸ்கிரிப்ட். தமிழ் ஹேவ் சம் கமர்ஷியல் ஆஸ்பெக்ட்ஸ், ரெண்டு பேலன்ஸ் பண்ணிக்கலாம். ஸோ ஈச் இண்டஸ்ட்ரி ஹேவ் ஒன் திங்ஸ். பட் இந்த பேன் இண்டியாங்கிற ஒரு கான்செப்ட் மூலியமா நவ் இட்ஸ் க்ரோயிங். ஸோ இப்போ எப்படி சொல்றது, 4 ஸ்டேட்ல இப்போ வந்து இப்போ ஒரு பேசிக்கா இப்போ ஒரு படம் ரிலீஸ் பண்ணாலே இப்போ 4 ஸ்டேட்ல ரிலீஸ் பண்ற ஒரு கல்ச்சர் வந்து டெவலப் ஆயிட்டு இருக்கு. ஸோ இந்த மாதிரி பாயிண்ட் ஆஃப் வியூ வளர்றப்போ பாத்தீங்க அப்படின்னா இந்த பவுண்டரிஸ் கொஞ்ச நாள்ல இருக்காது. இந்த தமிழ் நல்ல படம் இட் வில் ஒர்க், நல்ல படம் ஓடும் அப்படிங்கிற, அதாவது மேஜரா பாத்தீங்க அப்படின்னா இப்போ ஒரு பெரிய ஆர்டிஸ்டோட படம் தமிழ்ல, பட் அது கொஞ்சம் தெலுங்கு பேட்டர்ன்ல இருந்த படம் அது. ஆனா தமிழ்ல வந்து அது ஒர்க் ஆகுது. நிறைய பேர் அது ஃபெயிலியர் தான் சொன்னாங்க. பட் நான் படமா பார்த்துமே எனக்கு அந்த படம் ரொம்ப பிடிச்சிருக்கு, எனக்கு நல்லா இருந்துச்சு அந்த படம். பட் இதே படம் தெலுங்குல எடுத்திருந்தா ஓடி இருந்திருக்கும். ஸோ அப்ப என்ன அப்படின்னா அந்த ஆர்டிஸ்ட் பேஸ் பண்ணி தான் அந்த செட் ஆஃப் ஸ்டோரி அப்படிங்கிறது ஃபிட் ஆகுது. ஸோ ஒரு அந்த இப்ப எப்படி சொல்றதுல அந்த கேரக்டரை பிரேக் பண்றது கஷ்டம். ஸோ இன்ன வரைக்கும் என்ன ஜீவாவா தான் பாக்குறாங்க, இன்ன வரைக்கும் குப்பியா தான் பாக்குறாங்க. ஸோ இது வந்து ஒரு நல்ல ஆக்டர்ஸ், நல்ல ஸ்டோரி சிஸ்டம்ஸ் வளர வளர இது எல்லாம் பவுண்டரிஸ் பிரேக் ஆகி இட் வில் எவால்வ் ஆகி எல்லாமே இட்ஸ் கம்ஸ் அண்டர் தி சேம் பாயிண்ட்க்கு வரும். ഇന്ത്യൻ സിനിമ இட் கம்ஸ் அண்டர் இட்ஸ் growing like that one. Definitely soon அந்த பாயிண்ட் நம்ம ரீச் பண்ணுவோம். നോർമലി നമ്മൾ ഇതിന്റെ ടീസർ ഒക്കെ ഇരിക്കുന്നത് ഒരു വെസ്റ്റേൺ സിനിമകളിലേക്ക്, ഒരു ബോളിവുഡ് സിനിമകൾ കാണുന്ന പോലെ അങ്ങനത്തെ നമ്മൾ ഇതേപോലെ കണ്ടിട്ടുണ്ട്. ഒരു 4 പേര് മാത്രമായിട്ട് സർവൈവിംഗ് പേപ്പർ. ഇങ്ങനെ മലയാളത്തിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം അക്സെപ്റ്റബിൾ ആകുന്നുണ്ട്? അക്സെപ്റ്റബിൾ എന്ന് പറയുന്നത് അതായത് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക്, അതായത് നമ്മൾ പെർഫെക്റ്റ് ഹോളിവുഡ് സിനിമ അങ്ങനെ എടുത്ത് വെക്കുമ്പോഴാണ് ഇവർക്ക് അത് കണക്ഷൻ കിട്ടാതെ. ഇതിപ്പോ നമ്മുടെ കഥാപാത്രങ്ങളാണ്, നമ്മുടെ ആൾക്കാരാണ്, നമ്മൾ ആ സോണിലോട്ട് അവർ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ എക്സ്പെരിമെന്റൽ എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് ഈ സിനിമയെ പറയാനും പറ്റില്ല. കാരണം ഇപ്പോൾ ഇവിടെ ഗുരു ഇതൊക്കെ ആ കാലത്ത് ഇറങ്ങിയിട്ട് പോലും അതിനേക്കാളും ബീറ്റ് ചെയ്യാനായിട്ട് ഇനി നമ്മുടെ സിനിമകൾ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റിൽ ഞാൻ അത് ആ ഫിലിം എന്നെ ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്തൊരു ഫിലിം. അപ്പൊ ഇതുപോലത്തെ സിനിമകളൊക്കെ ഇവിടെ സംഭവിക്കാറുണ്ട്. ലാലേട്ടന് മൊത്തം ചെയ്യാത്തൊന്നുമല്ല നമ്മളൊന്നും ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. അതായത് അവരൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, നമ്മൾ അതിനെ കറക്റ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചുകൊണ്ടുവരിക. നമ്മൾ അടുത്ത ജനറേഷനാണ്, അടുത്ത ഏറ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ലിവിങ് ലെജൻസിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോ നമ്മളും അവരുടെ കൂട്ടത്തിൽ ഓടുക. പിന്നെ പെർഫെക്റ്റ്ലി ഒരു എക്സ്പെരിമെന്റൽ സിനിമ എന്ന് പറയുന്ന സമയത്ത് കുറച്ചുകൂടി സസ്റ്റെയിൻ ആയിരുന്ന ആൾക്കാർക്ക് ആ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി അവാർഡ് ഫിലിം എന്ന് പറയുമ്പോൾ ഭയങ്കര സസ്റ്റെയിൻ ആയിരിക്കും. ഞങ്ങൾ അങ്ങനത്തെ ഒരു സ്റ്റൈലല്ല. ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പരിപാടി തീർക്കുക എന്നുള്ള രീതിക്കാണ് ഫൈറ്റും പരിപാടി കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഓഡിയൻസിന് കുറച്ചുകൂടി എൻഗേജിങ് ആയിരിക്കും. തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് അവരൊരിക്കലും, അതായത് കുറച്ചു നേരം ഇരുന്ന് ആലോചിക്കാം എന്ന് പറയുന്ന ഒരു സാധനം കിട്ടില്ല. പരിപാടി നേരത്തെ ശ്രീറാം പറഞ്ഞ മറ്റേ റോളർ കോസ്റ്റർ, റോളർ കോസ്റ്റർ കേറി ഇറങ്ങും. അതെ, കറക്റ്റ് ആണ്. ഇറങ്ങുമ്പോ തന്നെയാണ് എന്താ സംഭവം ആ ഒരു ഏതൊക്കെ ടൈപ്പ് ഫിലിമാണ് കുറച്ചുകൂടി ഇഷ്ടം ചെയ്യാനായിട്ട്? സിനിമ ചെയ്യുന്നതാണ് എനിക്ക് ഡെഫിനറ്റ്ലി. ഞാൻ
കുറച്ച് ആക്ഷൻ, അതായത് ഫസ്റ്റ് സിനിമയിലോട്ട് വരുമ്പോൾ ആക്ഷൻ കൊറിയോഗ്രാഫർ ആവണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. പിന്നെ വന്നപ്പോഴാണ് ഈ എഴുത്തും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ ഡിഫറെന്റ് ആയിട്ട് ഓരോ ജോണറും ട്രൈ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് കൊറോണ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ടിന്റെ പരിപാടി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു കൺസേൺ എന്നത് ഏത് ജോണറിലാണെങ്കിലും ചെയ്യണം, ഡിഫറെന്റ് ആയിട്ട് ഓരോ അടുത്തടുത്ത ജോണറുകളുടെ ഷിഫ്റ്റ് ഉണ്ടാവും എന്തായാലും ഇനി ചെയ്യുന്ന പ്രൊജക്ടുകൾ. പാറ്റേൺ പിടിക്കാതെ ഇനി അടുത്ത് എന്തായാലും ഒരു സർവൈവൽ ത്രില്ലറും ഉണ്ടാവില്ല, ഒരു ഇതും ഉണ്ടാവില്ല. അടുത്ത് വേറെ പരിപാടിയായിരിക്കും. கண்டிப்பா வந்து நாங்க கூட கேட்டோம் டைரக்டரை காமெடி ஏதாவது பண்ணுங்க. இல்ல ஒன்லி டார்க். நான் தான் கேட்டேன் நெல்சன் சார் மாதிரி அட்லீஸ்ட் டார்க் காமெடியாச்சும்